ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് സ്ഥലം ശ്യാമ? ഏത് സ്ഥലം? വീട് കഴിഞ്ഞിട്ട് അടുത്തുള്ള ഒരു സ്ഥലം കേട്ടോ. പേര് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. അപ്പോൾ അവിടെയാണ് ഉള്ളത്. നമ്മൾ ഒരു ഫാസ്റ്റ് ചാർജും കൂടി ചെയ്തിട്ട് അടുത്ത യാത്ര തുടരും. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ്ങിന് വേണ്ടി വെച്ചിട്ടുണ്ട്. 350 റുപ്പീസിനും ഫാസ്റ്റ് ചാർജിങ് ആവും. കാരണം നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു 50% ചാർജ് ഉണ്ടായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. ഇന്നലെ നൈറ്റ് ഒരു 12:30 ഒക്കെ കഴിഞ്ഞു. 12:30 അല്ല, 3 മണിക്കാണ് റൂം എടുത്തത്. പിന്നെ എഴുന്നേൽക്കാൻ ഒരു 9:30 ഒക്കെ ആയി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ യാത്ര തിരിച്ചത്. ഇനി അടുത്തത് പോണത് എങ്ങോട്ടാ പോണ്? അടുത്ത് എങ്ങോട്ടാ പോണ്? ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. പെട്രോൾ പമ്പിന്റെ അടുത്ത് തന്നെയായിട്ടാണ് നമ്മുടെ ഈ ചാർജർ ഉള്ളത്. സവോടെക്കിന്റെ ഈ ഡ്രൈവിന്റെ ചാർജിങ് ആണ്. അപ്പോൾ ചാർജ് ഇപ്പൊ എത്രയായി? ചാർജ് ഇപ്പോൾ 77% ആയി. അച്ചൽപൂർ എന്ന് പറഞ്ഞ സ്ഥലം. ഈ ഡ്രൈവിന്റെ ആപ്പിൽ കുറെ ചാർജർ ഉണ്ട്. ഈ വഴിയിൽ കാണിക്കും. ഈ ഡ്രൈവിന്റെ ആപ്പിൽ കുറേ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. അതൊക്കെ ഈ വഴിയിൽ നമുക്ക് കാണാം കേട്ടോ. ഇത് ഏതാ സ്ഥലം? അച്ചൽപൂർ. ഇത് അച്ചൽപൂർ എന്ന് പറഞ്ഞ മഹാരാഷ്ട്രയിലൊരു സ്ഥലമാണ്. അച്ചൽപൂർ എന്ന് പറഞ്ഞ മഹാരാഷ്ട്രയിലൊരു സ്ഥലമാണിത്. അടുത്ത് നമ്മൾ പോണത് കോട്ടയം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. മഹാരാഷ്ട്രയിലുള്ള സ്ഥലം തന്നെയാണല്ലേ. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു സ്ലോ ചാർജിങ് നമുക്ക് ചെയ്യാം. ആ സമയത്ത് നമുക്ക് കുറച്ച് റീഫ്രഷ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാന് നിങ്ങൾക്ക് ആ ആപ്പ് ഒന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഉണ്ട്, പറയ്. അപ്പൊ സോളാപൂർ തന്നെയല്ലേ? സോളാപൂർ വഴി നമ്മള് ബീഡിലേക്ക് വരും. അപ്പൊ ബീഡില് മറ്റേ വേറെ ആപ്പിലൊന്നും നോക്കുമ്പോ അധികം ചാർജേഴ്സ് ഒന്നും കാണിക്കുന്നില്ല. അപ്പൊ ഈ ഡ്രൈവില് നമുക്ക് 4-6 ചാർജറോളം അവൈലബിൾ ആണ് ആ വഴിയിൽ. ഈ ഡാർക്ക് ബ്ലൂല് കാണുന്നതാണ് അവൈലബിൾ ചാർജിങ് സ്റ്റേഷൻ. അപ്പൊ നമ്മളൊരു 150 കിലോമീറ്റർ ഓടുമ്പോൾ ഒരു 50% ഓടുമ്പോൾ അവിടെ ചാർജ് ചെയ്യുക. കാരണം നൈറ്റ് വന്ന സമയത്ത് കുറച്ച് റിസ്ക് അല്ല. അതുകൊണ്ട് ഞങ്ങൾ 50-40% ചാർജ് ചെയ്തു. ഈ ഡ്രൈവിന്റെ ചാർജറിൽ അത് റേറ്റും കുറവാണ്. അപ്പോൾ ഇത് ചാർജ് ആയിട്ട് നമ്മൾ പോകട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലായിരുന്നു. ഒരു നേന്ത്രപ്പഴം കഴിച്ചു. നാട്ടിൽ നിന്ന് വരുമ്പോൾ നേന്ത്രപ്പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതോരോന്നും ഇതും കഴിച്ചു. ഈ വിശക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കഴിക്കാം. ഇതൊക്കെ ഒരു തുറസായ വഴിയാണ്. ഇവിടെ ഒന്നും നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ പോലെ ചായക്കടയോ പഴംപൊരിയോ പരിപ്പൊടിയോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലോ അപ്പോ ദോശയോ ഒന്നും ഇവിടെ ഇല്ല. ഇതൊരു ഒഴിഞ്ഞ സ്ഥലം. എന്താ പറയുക, നാട് വിട്ടു വരുമ്പോൾ ഇതൊക്കെ നമുക്ക് ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. പിന്നെ അതിനോട് ചൂട്ടാവും. നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീക്കണം, അമ്മ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണു, നമ്മൾ കഴിക്കണു, അങ്ങനെയൊക്കെ അല്ലേ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും നമ്മളോട് ചോദിക്കല്ലേ, കഴിച്ചു അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഡൽഹിക്ക് പോണ ആ ഒരു സങ്കടത്തിലാണ്. ഇനി ജോലിക്കൊക്കെ കയറി പഴയ പോലെ ആവണം. അത് 2 ദിവസത്തെ ഒരു ഹാങ് ഓവർ ഉണ്ടാവും. ജോലിയിലൊക്കെ കയറുമ്പോൾ പിന്നെ സെറ്റ് ആയിക്കോളും. അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ബാക്കി ഡീറ്റെയിൽസ്. നെക്സ്റ്റ് നമുക്കൊരു സ്ലോ ചാർജും കൂടി ചെയ്യണം. സ്ലോ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇനി അടുത്ത ഒരു 3-4 ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ കയ്യിൽ ഓൾറെഡി 84% ചാർജ് ഉണ്ടായിരുന്നു. പക്ഷേ അത് 100% കൂടി സ്ലോ ചാർജ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ MITയിൽ എത്തിയിട്ടുണ്ട്, മഹാരാഷ്ട്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അവിടെയാണ് സ്ലോ ചാർജിൻ്റെ ഉള്ളത്. ഒരു 250 റുപ്പീസിന് ചെയ്യേണ്ടതേ ഉള്ളൂ. അപ്പം നമ്മളവിടെ ചാർജിന് ഇട്ടിരിക്കുകയാണ്. ഇതിലാണ് കേട്ടോ നമ്മൾ സ്ലോ ചാർജിന് ഇട്ടിട്ടുള്ളത്. ഇതാണ് എൻ്റെ ക്യാമ്പസ്. ഇവരൊക്കെ എടുത്താൽ ചിലപ്പോൾ ചീത്ത. അപ്പൊ നമ്മൾ ആ MIT ക്യാമ്പസിൽ നിന്ന് വണ്ടിയൊക്കെ സ്ലോ ചാർജ് ചെയ്ത് 100% ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ പോണ വഴിയിലാണ് നമ്മുടെ എല്ലോറ കേവ്സ് ഉള്ള. അജന്ത കേവ്സ് വേറെ റൂട്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ അജന്ത കേവ്സിക്ക് പോണില്ല, നമ്മൾ നേരെ പോണത് എല്ലോറ കേവ്സിക്കാണ്. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണണം, എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലോറ കേവ്സ് കാണാം. നമ്മുടെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്ലേസ് ആണ്. അതുപോലെ തന്നെ
യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലും കൂടി ഉൾക്കൊണ്ടിട്ടുള്ള ഒരു കേവാണ് കേട്ടോ ആ കാണുന്നത്. അത്ഭുതമുള്ള ഒരു കേവ് തന്നെയാണ്. നമ്മൾക്ക് എല്ലാവരും കാണുന്നതിനെ കുറിച്ച് അറിയുന്നവർ ഒരിക്കലെങ്കിലും ഇത് കാണണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഞാൻ പഠിച്ച ടൂറിസമാണ്. ആ സമയത്തൊക്കെ അജന്ത എല്ലോറ കേവ്സിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ച് വലിയ ഓർമ്മയൊന്നുമില്ല. പക്ഷെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു സംഭവമാണെന്ന് എനിക്കറിയാം. കൂടുതൽ റെഫറൻസ് ചെയ്ത് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഇപ്പൊ അങ്ങോട്ട് യാത്ര പോവാണ്. നാഷണൽ ഹൈവേ പിടിക്കാണ്ട് നമ്മള് വേറൊരു വഴി എടുത്തു. നാഷണൽ ഹൈവേയിൽ കൂടെ പോയി മടുത്തു. അപ്പൊ ഇവിടുത്തെ നാട്ടിൻപുറമൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വഴി നമ്മൾ ചൂസ് ചെയ്തത്. അതൊക്കെ നമ്മൾ പോണ വഴിയാണ്. എല്ലാ പുറത്തെ സ്ഥലങ്ങളും നമ്മൾ ഔറംഗാബാദിന്റെ സെന്ററിൽ കൂടിയാണ് പോണത്. ഇത് നമ്മുടെ നാട് വിട്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് അത്ര ഇഷ്ടപ്പെടില്ല. കാരണം നമ്മൾ കേരളത്തിൽ ജനിച്ച് വളർന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളും ഈ തിരക്കുകളും ഒന്നും നമുക്ക് അത്ര പെട്ടെന്ന് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. പക്ഷെ ഓരോ നാട്ടിനും അവരുടേതായ കൾച്ചർ, അവരുടേതായ ജീവിത രീതി ഉണ്ട്. അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ. എനിക്ക് എല്ലാ എക്സ്പീരിയൻസ് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ പോവാണ്. ഞാനിനി പോയിട്ട് എല്ലോറ കേവ്സിൽ എത്തുമ്പോൾ ഞാനൊരു വീഡിയോ എടുക്കും. ഇപ്പം നല്ല വെയിലുണ്ട്. പിന്നെ കേവ്സിന്റെ അകത്ത് കടന്നു കഴിഞ്ഞാൽ വെയിൽ ചൂടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പോവാണ് കേട്ടോ. നമ്മള് മഹാരാഷ്ട്രയിൽ വന്നപ്പോൾ എനിക്ക് കുറച്ച് ഒരു അത്ഭുതമായി തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ഇപ്പോഴും നിയമം എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഒരാളും ഹെൽമെറ്റ് ഇട്ടിട്ടില്ല. ഈ പോണ ബൈക്ക് യാത്രക്കാരെ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഒരാൾ പോലും ഹെൽമെറ്റ് യൂസ് ചെയ്തിട്ടില്ല. ഇവിടെ അങ്ങനത്തെ നിയമമൊന്നും ഇല്ലെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ എന്തിന് നമ്മളൊരു 3 ആളെ വെച്ച് പോയവരെ ക്യാമറ അടിക്കുന്ന സമയമാണ്. ഹെൽമെറ്റ് ബാക്കിലുള്ള ആൾ വെച്ചില്ലെങ്കിൽ പോലും ഇപ്പോൾ സ്ട്രിക്റ്റ് ആണ്. പക്ഷെ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടെ എന്ത് സേഫ്റ്റി ആയി ബൈക്ക് യാത്രക്കാർക്കുള്ളതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ ഡൽഹിയിൽ വരെ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇട്ട് പോകുന്ന കാണാറുണ്ട്. റയറായിട്ട് കുറച്ച് ആൾക്കാർ മാത്രമേ ഇടാത്ത കാണാറുള്ളൂ. പക്ഷെ ഈ മഹാരാഷ്ട്രയിൽ ഒരാൾ പോലും ഹെൽമെറ്റ് ഇട്ടിട്ടില്ല എന്നുള്ളതാണ് അത്ഭുതമായിട്ടുള്ളൊരു കാര്യം കേട്ടോ. എത്ര അത് വേണം? പാവ് മതിയോ? पाव कितना होगा? पाव देना. पाव 50 में ना मीठा है क्या? मीठा है. एक दे दो टेस्ट करने के लिए. एक देना टेस्ट करने के लिए. अच्छा वाला रखता है. നമ്മുടെ അത്തിപ്പഴാണത്. ഇത് ഇവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് തോന്നുന്നുണ്ട്. എല്ലാ സ്ഥലത്തും കണ്ടു. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യാൻ പോകും. ആദ്യമായിട്ട് അത് ട്രൈ ചെയ്യണം. അതെ വാങ്ങാം അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. അയ്യ അങ്ങനെ പറയുകയും ചെയ്യല്ലേ പാവങ്ങള്. കടയിലൊക്കെ ഈ നമ്മുടെ നാട്ടിൽ കാണുന്ന അത്തിപ്പഴല്ലേ, നമ്മൾ ഡ്രൈ ആയിട്ടുള്ള അത്തിപ്പഴമായിരിക്കും കൂടുതൽ കഴിച്ചിട്ടുണ്ടാവുക. ഞാനിപ്പോ പഠിക്കുന്ന കോളേജിലുണ്ടായിരുന്നു മരത്തിന്റെ താഴത്ത് ഇങ്ങനെ കുറെ അത്തിപ്പഴം ഉണ്ടായിട്ട്. പക്ഷെ അതൊന്നും ഈ ഒരു പഴുത്ത പരുവത്തിൽ കിട്ടിയിട്ടില്ല. ഇത് ഇവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാവുന്നു കേട്ടോ. ഇത് ജസ്റ്റ് ഇങ്ങനെ പൊളിച്ച് തിന്നാം. നമുക്ക് ഈ കുരുവൊക്കെ തിന്നാം. തോല് വേണമെങ്കിൽ കളയാൻ തോലും കഴിക്കുന്നവരുണ്ട്. നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ഫ്ലഷ് ആണ്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. എനിക്കിഷ്ടമായി. എല്ലാവർക്കും അതിന്റെ ടേസ്റ്റ് പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മൾ അജന്ത കേവ്സിലേക്ക് പോവുകയാണ്. പോണ വഴിക്ക് ഈ ഒരു പാറക്കെട്ടിന്റെ മുകളിൽ ഒരു ഫോർട്ട് ഉണ്ട്. ആ ഫോർട്ടിന്റെ പേര് ഞാനവിടെ വായിച്ചിരുന്നു. പക്ഷെ ഞാൻ മറന്നുപോയി. ഞാനൊന്ന് ഓർത്തിട്ട് പറഞ്ഞുതരാം കേട്ടോ. അല്ലെങ്കിൽ ഞാനൊന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം. ഇതാണ് ആ പോണ വഴികൾ. ഫുള്ള് പാറക്കെട്ടുകളാണ് ചുറ്റും. നല്ലൊരു രസമുണ്ട്. ഹൈവേ ഒക്കെ വിട്ടിട്ട് ഇങ്ങനത്തെ ഒരു സ്ഥലം കണ്ടപ്പോൾ ഒരു നല്ലൊരു ടൂറിസം ഫീലിംഗ് ഉണ്ട്. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അവരെ ഫോക്കസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു സ്ഥലം മെയിനായിട്ടുള്ളത്. പിന്നെ എല്ലാവർക്കും ഈ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുണ്ടാവുമല്ലോ അല്ലേ? കുട്ടികളും ഒക്കെ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ബസ്സുകളൊക്കെ ഞങ്ങൾ വരുന്ന വഴിക്കുന്ന കണ്ടു. അപ്പം നമ്മൾ അവിടേക്ക് പോവാണ്. ഫുള്ള് മലമുകളാണ് അല്ലേ, പാറക്കെട്ടുകൾ. നമ്മളും ഫൈനലി എല്ലോറ കേവ്സിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്.
ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ക്യൂരിയോസിറ്റി ആണിത് കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ എല്ലോറ കേവ്സ്. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നടക്കാം. അതുലേക്ക് 150. ഇത് ഷോർട്ട് കട്ടാണ് കേട്ടോ. ഈ ഷോർട്ട് കട്ട് ഒരു ഫോറസ്റ്റ് പോലത്തെ ഒരു ഏരിയയിലൂടെ ഉള്ള സ്ഥലമാണ്. ഇതാണ് നമ്മുടെ ഷോർട്ട് കട്ട് വരുന്നത്. ഇവിടെ കുറേ കുരങ്ങന്മാരും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കുരങ്ങന്മാരുണ്ട്. ഈ റോഡിലൂടെ പോയപ്പോ എനിക്ക് സങ്കടമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായി. കാരണം ഈ വാഹനങ്ങള് ഭയങ്കര ഫാസ്റ്റിൽ ഇവര് പോവും. മൃഗങ്ങളുണ്ടോന്നോ അല്ലെങ്കിൽ പക്ഷികളുണ്ടോന്നോ ഒന്നും അവര് നോക്കില്ല. ഒരു കുരങ്ങൻ ചത്ത് കിടക്കണം ഞാൻ കണ്ടു. എനിക്ക് നല്ല സങ്കടമായി. അതുപോലെ തന്നെ ഒരു നായ എന്റെ കൺമുന്നിൽ ഒരു വണ്ടി ഇടിച്ചിട്ടിട്ട് പോയി. നോക്കിയപ്പോൾ അതിന് ജീവൻ പോയിട്ടുണ്ടായിരുന്നു. അത്രയും സ്ട്രോങ്ങിലാണ് ഇടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ലോങ് ഡ്രൈവും ഹൈവേയിലൂടെയൊക്കെ പോണവരോട് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ അത്രയും സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യുക. ഒരു ജീവനെ പോലും വേദനിപ്പിക്കാണ്ട് നിങ്ങൾ യാത്രയാകുമ്പോഴല്ലേ അത് ഒരു അർത്ഥവത്താവുള്ളൂ. എന്തിനാ പ്രാണികളെ നമ്മൾ ദ്രോഹിക്കാൻ നിൽക്കണം. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്കത് എല്ലാവരുടെ അടുത്തും പറയണമെന്ന് തോന്നിയിട്ടോ. അപ്പൊ നമ്മൾ ദുലേക്ക് പോണ വഴി ഇതൊരു ഷോർട്ട് കട്ടാണ് കേട്ടോ. ഈ വഴി വന്നപ്പോൾ നല്ലൊരു സൈറ്റ് സീയിങ് കണ്ടു. അപ്പൊ നമ്മൾ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ സൈറ്റ് സീയിങ് കാണാൻ വേണ്ടിയിട്ട് നിന്നതാണ്. ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു കുന്നിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറേ ഒരു ഫോറസ്റ്റ് ഏരിയ ആണിത്. അതിൻ്റെ അപ്പുറം കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഈ പാറയുടെ മുകളിൽ കാണുന്നത്. സൂര്യ അസ്തമിക്കാൻ പോവാണ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ കഴിയാറായിട്ടുണ്ട്. 6 മണിയൊക്കെ കഴിഞ്ഞു. നല്ലൊരു അടിപൊളി വ്യൂ ആണ് കേട്ടോ. അസ്തമിക്കാൻ പോകുന്ന സൂര്യൻ ചുവന്ന് തൊടുത്ത് നമ്മളോട് യാത്ര പറയാണ്. പ്രകൃതി ഇങ്ങനെ കാണാൻ എന്തൊക്കെ പ്രകൃതിയിൽ നമ്മൾ കാണാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ട് അല്ലേ. പ്രകൃതിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് കേട്ടോ ഈ സൂര്യോദയം അതുപോലെ തന്നെ സൂര്യാസ്തമനം. അപ്പോൾ ഇവിടെ സൂര്യ അസ്തമിക്കാൻ പോവുകയാണ്. മലകളുടെ അടിയിലേക്ക് താന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാഴ്ച എൻ്റെ ഫോണിൽ ഞാൻ പകർത്തിയതാണ്. നല്ല അടിപൊളി വ്യൂ ആണ്.